അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് റബ്ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ അൻഫഅനാ ബിമാ അല്ലംതനാ വഅല്ലിംനാ മാ യൻഫഉനാ വസിദ്നാ ഇൽമാ. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഷിഫ ഖുർആൻ തഫ്സീർ ക്ലാസ്സിൻ്റെ 25ാമത്തെ ദിവസത്തിലേക്കാണ് നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നത്. സൂറത്തുൽ മുൽക്കിലെ 25, 26 വചനങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അള്ളാഹു കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനുമൊക്കെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യനിഷേധികളായ ആളുകൾ പ്രവാചകന്മാരോട് ചോദിക്കുന്ന ചോദ്യം, പൊതുവിൽ അവർ സ്വീകരിച്ച നിലപാട്, അതാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. വയഖൂലൂൻ, അവർ പറയുന്നു അല്ലെങ്കിൽ അവർ ചോദിക്കുന്നു, മത്താ ഹാദൽ വഅദു ഇൻ കുൻതും സ്വാദിഖീൻ. മത്ത, എപ്പോഴാണ്, ഹാദൽ വഅദു, ഈ വാഗ്ദാനം. വഅദ് എന്ന് പറഞ്ഞാൽ വാഗ്ദാനം. ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ. ഖുൽ, നബിയെ പറയുക, ഇന്നമൽ ഇൽമു, തീർച്ചയായും ആ വഅദ്, ആ ഖിയാമത്ത് നാൾ, അതെല്ലാം ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കലാണ് ഉള്ളത്. വ ഇന്നമാ അന നദീറും മുബീൻ, തീർച്ചയായും ഞാൻ മുബീനായ, വ്യക്തമായ ഒരു താക്കീതുകാരനാണ്. വ ഇന്നമ, തീർച്ചയായും മാത്രമാണ്, അന, ഞാൻ, നദീറുൻ, താക്കീതുകാരൻ, മുബീൻ, വ്യക്തമായ. ഇതാണ് ആയത്തിൻ്റെ പദാനുപദ അർത്ഥം. മഹാനായ ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ കുറിച്ച് പറഞ്ഞു, വലാകിന്ന ഹാദൽ വഅദ ബിൽ ജസാഇ യുൻകിറുഹു ഹഉലാഇൽ മുആനിദൂൻ. നിഷേധിക്കുന്ന, മൂട്ടുകാണിക്കുന്ന ധിക്കാരികളായ ആളുകൾ ഇത്, ഈ ഒരു വഅദിനെ യഥാർത്ഥത്തിൽ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. വയഖൂലൂൻ തക്ദീബൻ, അവർ കളവാക്കിക്കൊണ്ടാണ് ചോദിക്കുന്നത്. മത്താ ഹാദൽ വഅദു ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങളെ സത്യസന്ധന്മാരാണെങ്കിൽ എപ്പോഴാണ് ഈ വാഗ്ദാനം വരിക എന്നുള്ളതാണ് അവർ ചോദിക്കുന്ന സംഗതി. എന്നാൽ ജഅലു അലാമത സിദ്ഖിഹിം അയ്യുഖ്ബിറു ബിവഖതി മജീഇഹി, ഒരു കാര്യം അത് സത്യമാണ് എന്നതിൻ്റെ അടയാളം അവരാക്കിയത് അത് എപ്പോഴാണ് വരുന്നത്, അതിൻ്റെ സമയം പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ അത് സത്യമാകുക എന്നുള്ളത് എന്ന നിലക്കാണ് അവരുടെ സംസാരം. വഹാദാ ളുൽമുൻ വ ഇനാദ്, ഇത് ഒരിക്കലും ഒരു നീതിയുള്ള സംഗതിയല്ല, ഇത് അക്രമമാണ്, ഇത് അനീതിയാണ്, ഇത് ധിക്കാരമാണ്. ഫഇന്നമൽ ഇൽമു ഇൻദല്ലാഹ് ലാ ഇൻദ അഹദിൻ മിനൽ ഖൽഖ്, അള്ളാഹിൻ്റെ അടുക്കലാണ് ഇതിനെക്കുറിച്ചുള്ള എല്ലാ നിലക്കുള്ള അറിവുമുള്ളത്. ലാ ഇൻദ അഹദിൻ മിനൽ ഖൽഖ്, ഒരു സൃഷ്ടിയുടെ അരികിലും അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. വല മുൽസമത്ത ബൈന സിദ്ഖിൻ ഹാദൽ ഖബരി വ ബൈന അൽ ഇഖ്ബാരി ബിവഖ്തി, ഒരു കാര്യം സത്യമാകുക എന്നുള്ളതും ആ കാര്യത്തിൻ്റെ സമയം എപ്പോഴാണ് എന്ന് അറിയിക്കുക എന്നുള്ളതും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഫഇന്ന സിദ്ഖ യുഅറഫു ബിഅദില്ലതി, ഒരു കാര്യം സത്യമാണ് എന്ന് മനസ്സിലാക്കുന്നത് അതിൻ്റെ തെളിവുകളിലൂടെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ തെളിവുകൾ വെച്ചിട്ടുണ്ട്.
وقد أقام الله من الأدلة والبراهين على صحته ما لا يبقى معه أدنى شك لمن ألقى السمع وهو شهيد. ശരിക്ക് കാത് തുറന്ന് കേൾക്കുന്നവന്, കണ്ണ് തുറന്ന് കാണുന്നവന് ഒരു ചെറിയ സംശയം പോലും അവശേഷിക്കാത്ത വിധം അള്ളാഹു സുബ്ഹാനഹു വതആല തെളിവുകൾ വെച്ചിട്ടുണ്ട്. ഈ ലോകത്തിന് ഖിയാമത്ത് നാൾ വരാനുണ്ട്, പരലോകം വരാനുണ്ട്, അള്ളാഹുവിൻ്റെ വിചാരണ വരാനുണ്ട്. അതാണ് ഇവർ ഇത് ചോദിക്കുന്നത്. എന്താണ് അള്ളാഹ് പറഞ്ഞ വാഗ്ദാനം പറഞ്ഞില്ലേ നിങ്ങൾ, അത് എപ്പോഴാണ് ഉണ്ടാകുമെന്ന് ചോദിക്കുന്നത്. ഖിയാമത്ത് നാളിനെ കുറിച്ചാണ്, മഹ്ശറയിലേക്കുള്ള പുറപ്പാടിനെ കുറിച്ചാണ്, പരലോകത്തുള്ള വിചാരണയെക്കുറിച്ചാണ്, ഈ ലോകത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ചാണ് പരിഹസിച്ചുകൊണ്ട് ഇത്തരം ആളുകൾ ചോദിക്കുന്നത്. ഇതാണ് മഹാനായ ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. ഈ ആയത്തിൻ്റെ പൊതുവിലുള്ള അർത്ഥം, അവർ ചോദിക്കുന്നു നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ എന്ന് വരും ഈ വാഗ്ദാനം. പറയുക, ആ അറിവ് അള്ളാഹുവിങ്കൽ മാത്രമാണ്, ഞാൻ വ്യക്തമായ താക്കീതുകാരൻ മാത്രമാകുന്നു. നമ്മുടെ ജീവിതത്തെ ഈ ആയത്തിനെ കണക്റ്റ് ചെയ്യേണ്ടത്, പലപ്പോഴും പരിഹസിക്കാൻ വേണ്ടി ദീനുമായി ബന്ധപ്പെട്ട് ദീനിയായ ജീവിതം നമ്മൾ പകർത്തി തുടങ്ങുമ്പോൾ, അള്ളാഹുവിൻ്റെ ദീനിലേക്ക് നമ്മൾ യഥാർത്ഥ രീതിയിൽ കയറി തുടങ്ങുമ്പോൾ പരിഹാസവാക്കുകൾ, സത്യനിഷേധികൾ പ്രവാചകനോട് നടത്തിയതുപോലെ ദീൻ പകർത്തുമ്പോൾ പലപ്പോഴും നമ്മുടെ ചുറ്റുപാടുമുള്ള, അത് കുടുംബത്തിലുള്ളവരാകാം, അത് നമ്മുടെ കൂട്ടുകാരികളാകാം, അത് നമ്മുടെ ബന്ധത്തിലുള്ളവരാകാം, അയൽവാസികളാകാം, നമ്മുടെ ചുറ്റുമുള്ള ആരുമാകാം, അവർ പല രീതിയിൽ നമ്മളെ കളിയാക്കും. നിൻ്റെ ദീനായിട്ട് നടന്നിട്ട് ഇപ്പം എന്താ നിനക്ക് കിട്ടിയേ, നിൻ്റെ കുറേ പ്രാർത്ഥിച്ച് നടന്നിട്ട് ഇപ്പം എന്താ നിനക്ക് കിട്ടിയേ. ഇത്തരത്തിലുള്ള കുത്തുവാക്കുകൾ നമ്മൾ ദീൻ സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ അതിലേക്ക് കളിയാക്കി, നിൻ്റെ നിസ്കാരം കൊണ്ട്, നിൻ്റെ പ്രാർത്ഥന കൊണ്ട്, നിൻ്റെ ഖുർആൻ പാരായണം കൊണ്ട് ഇപ്പോഴും നീ പ്രയാസത്തിലല്ലേ, എന്താ ഇപ്പോൾ ഇതൊക്കെ കൊണ്ട് കാര്യം ഉണ്ടായത് എന്ന നിലയ്ക്ക് ദീനീയായ നിയമങ്ങൾ ജീവിതത്തിൽ പകർത്തുമ്പോൾ എത്ര പരിഹാസങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, നമ്മൾ തളരാൻ പാടില്ല. ഇത് നമ്മുടെ മുൻഗാമികൾ പ്രവാചകന്മാർ ദീൻ ജീവിതത്തിൽ പകർത്തിയപ്പോഴൊക്കെ അവർ കേട്ട കാര്യമാണ്. നമ്മുടെ ചുറ്റുമുള്ളവർ അറിവില്ലായ്മയുടെ, പിശാചിൻ്റെ പ്രേരണയുടെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും നമ്മളെ തളർത്താൻ ശ്രമിക്കുന്നത്. മഹാനായ ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചതുപോലെ പിശാചിൻ്റെ 7 മനുഷ്യനെ തെറ്റിക്കുന്ന കടമ്പകൾ, അതിൽ 7ാമത്തത്, ഒരു നിലക്കും പിശാചിന് നമ്മളെ കിട്ടുകയില്ല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിശാച് നമ്മളെ തെറ്റിക്കുന്ന വഴിയാണ്. നമ്മുടെ ചുറ്റുമുള്ള പിശാചിനനുസരിക്കുന്ന ആളുകളെ കൊണ്ട്, അവരുടെ നാവ് കൊണ്ട് നമ്മളെ ഉപദ്രവിക്കുക എന്നുള്ളത്, നമ്മളെ ദീനിയായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ തളർത്താൻ നോക്കുക എന്നുള്ളത്. അതുകൊണ്ട് അവിടെ നമ്മൾ തളരരുത്. ആ പരിഹാസങ്ങൾ അത് തീർത്തും പൈശാചികമാണ്. അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹുവിൽ കൂലി പ്രതീക്ഷിച്ച് നമ്മൾ ക്ഷമിക്കുകയാണ് അവിടെ വേണ്ടത്. അതിന് നമ്മൾ കാതുകൊടുക്കാതിരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആക്ഷൻ സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞതുപോലെ അല്ലേ, അറിയാത്ത കാര്യത്തെക്കുറിച്ചാണ് പ്രവാചകനോട് ചോദിച്ചത്. പ്രവാചകൻ പറഞ്ഞു, അതിൻ്റെ അറിവ് നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല, അതിൻ്റെ അറിവ് കൃത്യമായി എൻ്റെ റബ്ബിലുണ്ട്, ഇൻദല്ലാഹ് അല്ലേ, അള്ളാൻ്റെ അടുക്കലുണ്ട്, അള്ളാൻ്റെ അടുക്കലുള്ളത്. ഇതുപോലെ നമുക്ക് ടെൻഷൻ ഉണ്ടാകുന്ന കുറേ കാര്യങ്ങളുണ്ടാകും. നാളെ എൻ്റെ മക്കളുടെ ഭാവി എന്താകും, എൻ്റെ വീടിൻ്റെ പണി എന്താകും, എൻ്റെ ഭർത്താവിൻ്റെ ജോലി എന്താകും, ഞാൻ മരിച്ചാൽ എൻ്റെ മക്കളുടെ അവസ്ഥ എന്താകും, എന്തെല്ലാം ആശങ്കകളാണ് നമ്മുടെ മനസ്സിലൂടെ കടന്നു വരാറുള്ളത്, പിശാച് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാറുള്ളത്. പ്രിയപ്പെട്ടവരെ, അവിടെയെല്ലാം അതൊക്കെ എൻ്റെ റബ്ബിനറിയാം, എൻ്റെ റബ്ബുണ്ട്, പിന്നെ എന്തിനാണ് ഞാൻ സങ്കടപ്പെടുന്നത്, പിന്നെ എന്തിനാണ് ഞാൻ ബേജാറാകുന്നത്, എൻ്റെ റബ്ബിൽ ഞാൻ എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന ആശ്വാസത്തിൻ്റെ, സമാധാനത്തിൻ്റെ
ചിന്തയാകണം, അല്ല വിശ്വാസമാകണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകേണ്ടത്. അതാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം. അതുകൊണ്ട് ഈ ആയത്തിൻ്റെ ആശയങ്ങളെ പൂർണ്ണമായും ജീവിതത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാകുക. റഹ്മാനായ റബ്ബ് അതിന് നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.